യെസ്, ചിരിക്കൂ നോക്കട്ടെ. ഓക്കെ, സോ പഠിച്ചോ നിങ്ങൾ? ഇന്നത്തെ എക്സാമിന് പഠിച്ചോ? ഇല്ല. യാ, ഓക്കെ. ഞാൻ എന്തായാലും ഇച്ചിരി ടഫ് ചോദ്യങ്ങളൊക്കെ ഇട്ടു. എന്തായാലും ലാസ്റ്റ് കുറച്ച് എക്സാംസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പഠിച്ചു വന്നായിരിക്കും ഞാൻ കരുതുന്നേ. ഓക്കെ, സോ ഐ വിൽ ഡിസ്കസ് ടുഡേസ് പ്ലാൻ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദാറ്റ് വാസ് ലൈക്ക് അറിയാതെ ആക്സിഡൻ്റലായിട്ട് കിട്ടിയ ക്ലാസ് ആയിരുന്നു. എനിക്ക് പോലും അറിയില്ലായിരുന്നു എനിക്കിന്ന് ക്ലാസ് ഉണ്ടെന്ന്. അപ്പോഴാണ് ക്ലാസ് കിട്ടിയത്. അപ്പോഴത്തേക്കും ഐ തോട്ട് ലൈക്ക് ഓൾറെഡി നമ്മളുടെ വാട്ട് ഈസ് ദാറ്റ് കോൾഡ്, റിവിഷൻ ടൈം ടേബിൾ. ടൈം ടേബിളിൽ നാളെയാണ് ലാസ്റ്റ് ചാപ്റ്ററിന്റെ എക്സാമും അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. സോ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ടുമോറോ. ലാസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ നമുക്ക്, ഓർഗാനിസംസ്, ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, അതെല്ലാം നമ്മൾ നാളെ ചെയ്യും. നാളെ എൻ്റെ ക്ലാസ് തന്നെയാണല്ലോ, അപ്പോൾ നാളെ ചെയ്യും. ഇന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആർ ലൈക്ക് പ്രിൻസിപ്പിൾസ്, മോളിക്കുലർ ബേസിസ്, അങ്ങനത്തെ 2 ചാപ്റ്റേഴ്സ്, പിന്നെ ഇവല്യൂഷൻ, പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. ഇതാണ് എല്ലാം കൂടെ ഇന്ന് പഠിക്കാനുള്ള, ഒന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ള സമയമില്ല. സോ ഐ തോട്ട് ലൈക്ക് അതിൽ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും മോളിക്കുലർ ബേസിസ് ഇന്ന് ചെയ്യാം, ഒന്നും കൂടെ ചെയ്യാം. ഓൾറെഡി വി ഡിഡ് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്, ബട്ട് വിൽ ഡു ഇറ്റ് അഗൈൻ. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഇന്ന് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് വി ആർ ഡൂയിങ് ദാറ്റ് ടുഡേ. ടുമോറോ ഓർഗാനിസംസും ഇക്കോസിസ്റ്റവും ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും. ഓക്കെ, യാ. സോ ഇന്ന് ഫസ്റ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇതിന്റെ കുറച്ച് ചോദ്യങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. യു റിമെമ്പർ? യു ഡോണ്ട് റിമെമ്പർ? യു റിമെമ്പർ. ഓക്കെ, ഗുഡ്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതുപോലത്തെ ഒരു ചോദ്യം മുമ്പ് ചെയ്തതാ, ബട്ട് സ്റ്റിൽ ഐ വാണ്ട് യു ടു ഡു ദിസ്. അത് പെഡിഗ്രി പോലെയാ ചെയ്തത്, ഇത് അല്ലാതെ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കളർ ബ്ലൈൻഡ് ചൈൽഡ് വാസ് ബോൺ ടു എ നോർമൽ കപ്പിൾ. വർക്ക് ഔട്ട് എ ക്രോസ് ടു ഷോ ഹൗ ഇറ്റ്സ് ഇറ്റ് പോസിബിൾ. മെൻഷൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. Sex of this child. Question എഴുതണം, ചാപ്റ്ററിന്റെ ടൈറ്റിൽ എഴുതണം. You should put the dates because tomorrow will be our last class and we'll be counting like how many questions we were able to do within this few days. അപ്പൊ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ നമ്പർ ഇടണം കേട്ടോ. അപ്പോൾ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു നോർമൽ കപ്പിളിന് ജനിച്ചു എന്നാണ് ഇവർ പറയുന്നത്. വർക്ക് ഔട്ട് എ ക്രോസ് ടു ഷോ ഹൗ ഇറ്റ് ഇസ് പോസിബിൾ. മെൻഷൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. ആ കുട്ടിയുടെ ജെൻഡർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ പറയണം. ആൻഡ് യു ഷുഡ് വർക്ക് ഔട്ട് ലൈക്ക് ഹൗ ദ ക്രോസ് വാസ് ഡൺ. ഓക്കെ, യാ. I will give you some time to do. എന്നിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. എന്നിട്ട് we will check whether you people are right or not. One thing is like ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ഒരു കണ്ടീഷൻ ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ കപ്പിൾ വെയർ നോർമൽ. അവർക്കാണ് കളർ ബ്ലൈൻഡ് കുട്ടി ഉണ്ടായിരിക്കുന്നത് അല്ലേ. നോർമൽ കപ്പിൾ ആവുന്ന സമയത്ത് ഫാദറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ കളർ ബ്ലൈൻഡ് ആണെന്നല്ലേ അർത്ഥം. അവിടെ നോർമൽ എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ വി കനോട്ട് യൂസ് ദിസ്. ഈ ജീനോ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വിൽ ബി യൂസിങ് എ നോർമൽ കണ്ടീഷൻ അല്ലേ. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ മദർ. മദർ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ നോർമൽ അല്ലേ. ഇത് പക്ഷേ 2 നോർമൽ ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ക്രോസ് ആണെങ്കിൽ there is no certain chance that their baby will be having color blindness. So we have to intentionally make that ഇവിടുത്തെ ലേഡി കളർ ബ്ലൈൻഡ് ആണ്, ബട്ട് ഷീ ഈസ് എ കാരിയർ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവരണം അല്ലേ. എന്നാലല്ലേ we will be getting gametes like this. ഇങ്ങനെ നമുക്ക് gametes കിട്ടും അല്ലേ. And we will be doing like I'll be doing Punnett square just so that it is looking good.
അപ്പൊ നിങ്ങൾക്ക് മറ്റേതുപോലെ വരച്ച് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ലൈക്ക് ദാറ്റ്. ഏത് ചെയ്താലും വിഷയമില്ല കേട്ടോ. ഓക്കെ, I have written all the gametes that I found, and then here നമുക്ക് എന്ത് കിട്ടും? കാരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലിനെ കിട്ടും. ഇവിടെ എന്ത് കിട്ടും? കാരിയർ ആയിട്ടുള്ള ഒരു ലൈക്ക് കാരിയർ അല്ല, ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ആൺകുട്ടീനെ കിട്ടും, സണ്ണിനെ കിട്ടും. ഇവിടെ നോർമൽ ഡോട്ടർ, ഇവിടെ നോർമൽ സൺ അല്ലേ? നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ക്ലൂ എന്താ? ദ ചൈൽഡ് വാസ് ഡെഫിനറ്റ്ലി കളർ ബ്ലൈൻഡ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള 2 കണ്ടീഷൻസ് ഉണ്ട്. വൺ ഈസ് കാരിയർ, അനദർ വൺ ഈസ് ഡിസീസ്ഡ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കുട്ടി? ഏതാവാനാണ് ചാൻസ്? മെയിൽ ആയിരിക്കും അല്ലേ? ഹി മൈറ്റ് ബി ദ ബേബി ദാറ്റ് കപ്പിൾ ഹാസ് ഗോട്ട്, ആൻഡ് അയാൾക്ക് ഓൾറെഡി ഡിസീസ് ഉണ്ട്. നമ്മളോട് സെക്സ് ഓഫ് ദ ചൈൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ദ ചൈൽഡ് ഇസ് മെയിൽ ആയിട്ടുള്ള ഒരു കൊച്ചാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് വാട്ട് ഈസ് മാൻഡേറ്ററി ഇസ് ലൈക്ക് യു നീഡ് ടു പ്രൊവൈഡ് ദിസ് ക്രോസ് ആസ് എ പ്രൂഫ്. ഇങ്ങനെ ഒരു ക്രോസ് കാണിച്ചാലേ പറ്റത്തുള്ളൂ, ലൈക്ക് ഇതുപോലെയാണ് വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് യു റിമെമ്പർ ദ ഐഡിയ ഓഫ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, ഈ ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ് പോലെയുള്ള അസുഖങ്ങള് മദറിൽ നിന്ന് ദാറ്റ് വിൽ ബി ഓൺലി പാസിംഗ് ടു സൺ. മദറിനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സണ്ണിന് വരും. ഓക്കെ, ആൻഡ് ഇഫ് എ ഡോട്ടർ നീഡ്സ് ടു ഗെറ്റ് ഇറ്റ്, അവരുടെ ഫാദർ കളർ ബ്ലൈൻഡ് ആയിരിക്കണം, മദർ മിനിമം കാരിയർ എങ്കിലും ആയിരിക്കണം, എന്നാൽ മാത്രമേ അവരുടെ ഡോട്ടറിന് ഈ പറഞ്ഞ അസുഖം വരത്തുള്ളൂ, കളർ ബ്ലൈൻഡ് ഓർ മറ്റേ ഹീമോഫിലിക്. അപ്പൊ 2 പേർക്കും അസുഖത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലാണ് ഡോട്ടർ വിൽ ബി ഗെറ്റിംഗ്. അതർവൈസ് ഒബ്വിയസ് ആയിട്ട് മദറിൽ നിന്ന് സണ്ണിലോട്ടായിരിക്കും പോവാന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഓക്കെ, ചെയ്യാൻ പറ്റിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട്? വേർ യു ഏബിൾ ടു ഡു ദിസ്? ഓക്കെ, നമ്മള് വി ജസ്റ്റ് നോ നീഡ് ടു എക്സ്പ്ലെയിൻ മോർ അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാനിവിടെ നിങ്ങൾ എൻ്റെ ആൻസർ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഐ ഹാവ് റിട്ടൺ ലൈക്ക് കളർ ബ്ലൈൻഡ്നെസ് ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള കുറച്ച് കഥകളെല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. then I am written that ഒരു കളർ ബ്ലൈൻഡ് കുട്ടി ഉണ്ടാവണം, അതും ഒരു നോർമൽ കപ്പിളിനെങ്കിൽ മദർ ഷുഡ് ബി ദ കാരിയർ. ദാറ്റ് ഇസ് ദ ക്ലൂ ഹിയർ. ആൻഡ് ഐ ഹാവ് ഡൺ എ ക്രോസ് ഹിയർ. ഇതാണ് ക്രോസ്. നമ്മൾക്ക് കിട്ടിയ പോലെ തന്നെ സംഭവം കിട്ടി അല്ലേ? കാരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലിന് കിട്ടി, കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെയിലിന് കിട്ടി, നോർമൽ മെയിൽ ആൻഡ് നോർമൽ ഫീമെയിൽ. ഇതിപ്പോ ഇങ്ങനെ വരച്ചെഴുതുന്നേ ഉള്ളൂ, നമ്മൾ പണ്ണറ്റ് സ്ക്വയർ വെച്ച് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് വി വിൽ ബി ലൈക്ക് സ്പെസിഫൈങ് ദ ജെൻഡർ ഓഫ് ദ ബേബി ലൈക്ക് ഇറ്റ്സ് എ മെയിൽ. ഓക്കെ, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും? ഓൾവേസ് ഇങ്ങനെ തന്നെ ക്രോസ് ചെയ്യണമെന്നും ആവില്ല. മേ ബി യു നീഡ് ടു ഡ്രോ ലൈക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്യിച്ച പോലെ പെഡിഗ്രി വരയ്ക്കുക എന്നുള്ള രീതിയിൽ വരായിരിക്കും ചെയ്യാം. പെഡിഗ്രി വരയ്ക്കുന്ന സമയത്ത് വി വിൽ ബി കൺസിഡറിങ് ബോത്ത് ജെൻഡേഴ്സ്, മെയിലും ഫീമെയിലും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. കഴിഞ്ഞ ക്ലാസ് ഓർക്കണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. Now we will move to the next question. ഇവിടെ ഒരു അമിനോ ആസിഡ് കോമ്പോസിഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡിന്റെ സീക്വൻസ് ആണ് അവിടെ തന്നേക്കുന്നത്. ദിസ് ക്വസ്റ്റ്യൻ ഇസ് പ്രൊവൈഡഡ് വിത്ത് HBA പെപ്റ്റൈഡ്. HBA പെപ്റ്റൈഡും പിന്നെ വേറെ ഒരു ടൈപ്പ് പെപ്റ്റൈഡും കൂടി ഉണ്ടായിരുന്നു നമ്മൾക്ക് അല്ലേ? അപ്പൊ ഇതിങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ്. I'll show you. First question is like, is this representation indicating a normal human or a sufferer from certain related genetic disease? Give reason for the support of your answer. ഇപ്പൊ ഈ കാണിച്ചേക്കുന്ന ഇൻഡിവിജ്വൽ HBA പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പെപ്റ്റൈഡ് ഉള്ള ഇൻഡിവിജ്വൽ നോർമൽ ആണോ അതോ അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഇല്ല നോർമൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. And second question is like, what difference would be noticed in the phenotype of the normal and the sufferer related to this gene? ഇവിടെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ജീൻ ഉണ്ട്. അപ്പൊ ആ ജീനിന്റെ ലൈക്ക് ജീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്ത് ഡിഫറൻസ് ആയിരിക്കും ഫീനോടൈപ്പിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. And the third one is like, who is likely to suffer more from the defect related to the gene represented, the male or the female, or both male and females equally, and why? ആരായിരിക്കും കൂടുതൽ സഫർ ചെയ്യുന്നത്? മെയിൽ ആയിരിക്കോ ഫീമെയിൽ ആയിരിക്കോ? അതോ രണ്ടുപേരും ഈക്വലി സഫർ ചെയ്യോ? ഓർ
you have to provide like a justification. Okay, now I'll show you this ഒരു പെപ്റ്റൈഡ് കാണിച്ചു തരാം. അവിടെ തന്നേക്കുന്ന പെപ്റ്റൈഡ് കാണിച്ചു തരാം. തന്നിരിക്കുന്ന പെപ്റ്റൈഡ് ഇതാണ്. ഓക്കെ, യു ക്യാൻ ചെക്ക് ആൻഡ് യു ക്യാൻ റൈറ്റ്. ഇത് എഴുതിയെടുത്തോ, ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തോ, റഫായിട്ട് വരച്ചാൽ, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുക ആൻഡ് ആൻസർ എഴുതിപ്പോ. ഓക്കെ, ഐ ഗിവ് യു സം ടൈം. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കത്തില്ല, പിന്നെ നിങ്ങളാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ നോട്ട്സോ ഒന്നും എടുത്ത് നോക്കത്തുമില്ല. അതുകൊണ്ട് ഒരു എന്താ പറയാ, റഫായിട്ട് വരച്ചാൽ മതി, ജസ്റ്റ് ഇത് വരച്ചാലും മതിയായിരിക്കും. Okay, shall I change? Yeah. ഓരോന്നിന്റെ താഴെ എഴുതി പോയിക്കോ. Now after that we'll discuss. നിങ്ങളുടെ ഫെയർവെൽ കഴിഞ്ഞോ? ഓക്കെ, ലെങ്തി ക്വസ്റ്റ്യൻ, കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സ് ആണ് അല്ലേ? But every time you remember that you will be writing something in a very descriptive manner. Today farewell. Randomly ഞാൻ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തുറന്നപ്പോ I saw ഉമർ having farewell. വേറെ ആരുടെ ഒന്നും കണ്ടില്ല. Okay, കിട്ടിയോ? First one, is this representation indicating a normal individual or a deceased individual? Give reason. Normal ആണോ ഡിസീസ്ഡ് ആണോ? നോർമൽ ആണ്. ഓക്കെ, വൈ റാൻഡം ആയിട്ട് ചോദിച്ചു നോക്കാം. യാ, ആരാ? നിയ. എടാ മൈക്കില്ലേ? ഐ കാൺട്ട് ഹിയർ. യെസ്, ഓക്കെ. എടാ ഇത് ഈ കാണിച്ച പിക്ചറിനകത്ത് ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽ നോർമൽ ആണോ അതോ ഹീസ് ഡിസീസ്ഡ്? ഈസ് ഹി ഡിസീസ്ഡ്? യാ. ഇതാണ് പിക്ചർ. നോർമൽ ഇൻഡിവിജ്വൽ. എന്തുകൊണ്ട് നോർമൽ എന്ന് പറയുന്നു? കാരണം ഗീവ് റീസൺ പറയാൻ പറഞ്ഞിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ. 6th പ്ലേസിലാണ് വേറൊരു അമിനോ ആസിഡ് വരേണ്ടിയിരുന്നത്, പക്ഷെ അവിടെ 6th പ്ലേസിൽ വേറെ ആരും വന്നിട്ടില്ല. യൂഷ്വലി വരുന്ന ഗ്ലൂട്ടാമിക് ആസിഡാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് പേഴ്സൺ, വെരി ഗുഡ് നിയ, ദിസ് പേഴ്സൺ വിൽ ബി എ നോർമൽ ഇൻഡിവിജ്വൽ. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ലൈക്ക് 6th പൊസിഷനിൽ മാറിയിട്ടില്ല എന്നുള്ളത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഓൾറെഡി ദ ഗിവൻ പിക്ചർ ഈസ് സ്റ്റേറ്റിംഗ് that is an HbA peptide. HbA peptide means that's a normal peptide. HbS വരുമ്പോഴത്തേക്കുമാണ് അത് എഫക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യന്റെ പെപ്റ്റൈഡ് ആയിട്ട് തോന്നുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റനിൽ തന്നെ HbA peptide എന്ന് സ്പെസിഫൈഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ നോർമൽ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ,
1ന്റെ ആൻസർ ശരിയായോ നിങ്ങളുടെ? Then second one, difference noticed in the phenotype of the normal and the sufferer related to this gene. എന്ത് ഡിഫറൻസ് ആണ് ഫീനോടൈപ്പിൽ നിങ്ങൾ കണ്ടത്? ഫീനോടൈപ്പിൽ എന്ത് ഡിഫറൻസ് കണ്ടു? ഫിനോടൈപ്പ് മീൻസ് ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ്. ഇവിടെ ആരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? Concave disc shaped RBC for normal and sickle shaped RBC for the deceased or the sufferer. വേണമെങ്കിൽ അത് എഴുതാം. ഞാനിപ്പോ പറഞ്ഞ എങ്ങനെയല്ലേ, നിങ്ങൾ എഴുതാ, എന്നിട്ട് ഞാൻ പറയാം. അതും എഴുതാം. യു ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് വെൽ. അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ GAG തന്നിട്ടില്ലേ, mRNA അത് GAG ആണ് പറഞ്ഞേക്കുന്നത്. So that's also a reason that we are stating this is a normal person. GAG GUG ആയാലല്ലേ പ്രശ്നം വരുന്നത്. സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. 3 റീസണിൽ ഏത് റീസൺ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് എ 1 മാർക്ക് ക്വസ്റ്റൻ. അതുകൊണ്ട് നമ്മൾ എല്ലാ റീസൺസും എഴുതണമെന്നില്ല. ജസ്റ്റ് ഓൺലി 1 റീസൺ ഇസ് നെസസറി. ഇഷ്ടമുള്ള റീസൺ എഴുതിക്കൊള്ളുക. നമ്മൾ എപ്പോഴും എഴുതുന്നത് എന്താ, തന്നേക്കുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണെന്നുള്ള രീതിക്ക് എഴുതുന്നു എന്ന് മാത്രം. ഫിനോടൈപ്പ് ഡിഫറൻസ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? Can anybody say what is the actual phenotype difference that we can see? നോർമലിലും സഫററിലും. യെസ്, ആരാ? റാൻഡമായിട്ട് നമ്മൾ ചോദിച്ചു നോക്കാം. ആരാ? റബ്സീൻ. യെസ് മക്കളെ, അയാള് ഒരു ഇഫക്റ്റഡ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഇൻഡിവിജ്വലിന്റെയും ഫിനോടൈപ്പിൽ എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാവുക? നമ്മുടെ ഫിസിക്കലി നമുക്ക് പ്രശ്നമല്ല, പക്ഷെ അകത്ത് ഹീമോഗ്ലോബിന് RBCക്കൊക്കെ എന്താ പറ്റില്ലേ, അതെന്താന്നുള്ളത് സ്റ്റേറ്റ് ചെയ്ത. ഹീമോഗ്ലോബിൻ ആണോ സിക്കിൾ ഷേപ്ഡ് ആവുക? ഓർ ദ സെൽ RBC സിക്കിൾ ഷേപ്ഡ് ആവും ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സണില്. നോർമൽ ആയിട്ടുള്ള ഒരാളിലോ കോൺകേവ് ആയിട്ടുള്ള ഷേപ്പിലിരിക്കുന്നുണ്ടാവും. യെസ്, വെരി ഗുഡ് റബ്സീൻ. എടാ അതിലെ ബൈ കോൺകേവ് ഷേപ്പ് ആണ് കേട്ടോ RBC. ദാറ്റ് യു ഷുഡ് റിമെമ്പർ. ബൈ കോൺകേവ് എന്ന് പറഞ്ഞിട്ടുള്ളത് 2 സൈഡിലും കോൺകേവ് ആണ് അല്ലേ? അപ്പൊ അത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എഴുതാം. അയ്യോ ആൻസർ കാണും, അതുകൊണ്ട് ഞാനിത് കണ്ടില്ലല്ലോ അല്ലേ. തേർഡ് വണ്ണിന്റെ ആൻസർ എഴുതിച്ചിട്ടില്ല, ഞാൻ അത് കാണിച്ചു പോയി. ഐ എം സോറി. ഇത് മൂവ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ ഇടാമോ? ഓക്കെ. സോ ദ തിങ് ഇസ് ലൈക്ക് നമുക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഫിനോടൈപ്പിലുള്ള ഡിഫറൻസസ്. നോർമൽ ഇൻഡിവിജ്വലില് നോർമൽ ആയിട്ടുള്ള RBCs ആയിരിക്കും. യു വിൽ ബി സേയിങ് ദാറ്റ് ബൈ കോൺകേവ് RBCs. ഓക്കെ, ബൈ കോൺകേവ് ആയിട്ടുള്ള RBC ആയിരിക്കും എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഇറ്റ്സ് ലൈക്ക് ഇൻടാക്ട് ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ കണ്ടീഷൻ അല്ലേ? അത് നിങ്ങൾക്ക് നോർമൽ പേഴ്സണിൽ കാണാൻ പറ്റുന്നത് കൊണ്ട് ഇത് രണ്ടും നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ആളാവുമ്പോഴത്തേക്കും അയാളുടെ RBCs എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്ഡ് RBC ആയിട്ട് മാറും. സിക്കിൾ ഷേപ്ഡ് RBC. പിന്നെ അത് മാത്രമല്ല, ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിൻ എന്ത് പറ്റിയിട്ടുണ്ട്? ബീറ്റ ചെയിനിൽ ഓൾട്ടറേഷൻ വന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഹീമോഗ്ലോബിൻ ഡീഫോംഡ് ആകുന്നു, പ്രോട്ടീന്റെ സ്ട്രക്ചർ ഡീഫോംഡ് ആകുന്നു. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ദ ഇഫക്റ്റ് ഓൺ RBC. അപ്പൊ അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ച് ആ. ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ ഓൾട്ടറേഷൻ വരുന്നു എന്നുള്ളത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാലും മതി, ബീറ്റ ചെയിൻ എന്ന് പറഞ്ഞാൽ ജീനോടൈപ്പ് ആവണ്ട. ഹീമോഗ്ലോബിൻ സ്ട്രക്ചർ ഈസ് ഗെറ്റിംഗ് ഓൾട്ടേർഡ്. ഇത് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഈ അസുഖത്തിന്റെ പേര് തന്നെ ഇറ്റ്സ് അനീമിയ. വാട്ട് ഡു യു മീൻ ബൈ അനീമിയ? അനീമിയ ഈസ് എ കണ്ടീഷൻ വേർ a person is suffering from like insufficient amount of hemoglobin. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസീസ്ഡ് പേഴ്സൺ
അനീമിക് ആയിരിക്കും എന്നുള്ളത്, ലൈക്ക് ഫിസിബിളി അയാൾ അനീമിക് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, യെസ്, യു ഗോട്ട് ഇറ്റ്. രണ്ടാമത്തെ ആൻസർ കിട്ടിയിരുന്നോ? എഴുതാൻ പറ്റിയോ? യാ ഓക്കെ. തേർഡ് വൺ, ആരാണ് കൂടുതൽ സഫർ ചെയ്യുക? മെയിൽസ്, ഫീമെയിൽസ് ഓർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്? ആര്? ഉത്തരം കണ്ടില്ലടാ നിങ്ങൾ, എന്നുവെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ ആര്? Who will be suffering more? ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇതൊരു സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണോ ഓട്ടോസോം ലിങ്ക്ഡ് ഡിസീസ് ആണോ? സെക്സ് ലിങ്ക്ഡ് ഓർ ഓട്ടോസോം ലിങ്ക്ഡ്? ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ചിട്ട് പറയൂ, ഏത് ആളെ ബാധിക്കും എന്നുള്ളത്. മെയിലിനെ ബാധിക്കോ ഫീമെയിലിനെ ബാധിക്കോ എന്നുള്ളത് ചോദിച്ചു നോക്കാം. യെസ്, നോഹൽ. ആരെയായിരിക്കും കൂടുതൽ ഇഫക്റ്റ് ചെയ്യാ മക്കളെ? വൈ? വൈ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചല്ല, വൈ ഇവര് ചോദിച്ചിട്ടുണ്ട്. എടാ നീ പറ്റിക്കുന്നാടാ എന്നെ. നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചിട്ട് കാരണം പറയണേ. whatever you are saying, you will be saying reason as well. സെക്സ് ലിങ്ക്ഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു സെക്സിനല്ലേ വരത്തുള്ളൂ, അല്ലേ? ശരി, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നോഹൽ പറഞ്ഞത് എല്ലാ ഓപ്ഷനും നോഹൽ പറഞ്ഞു. ആദ്യം ഫീമെയിൽ പറഞ്ഞു, പിന്നെ ബോത്ത് പറഞ്ഞു, പിന്നെ മെയിൽ പറഞ്ഞു. ഇതിൽ ഏതാണ് ശരി? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മെയിൽ, ഫീമെയിൽ ഓർ ബോത്ത്? ഏതാ ശരി? ബോത്ത്. കാരണം ഇത് സെക്സ് ലിങ്ക്ഡ് അല്ല മക്കളെ, ഇറ്റ്സ് എൻ ഓട്ടോസോം ലിങ്ക്ഡ്. ഒരു ഓട്ടോസോം ലിങ്ക്ഡ് ഡിസീസ് ആകുമ്പോൾ അത് ആർക്ക് വരാം, അല്ലേ? എന്റെ ആദ്യത്തെ 22 പേർ ക്രോമോസോംസിന് എന്തെങ്കിലും പറ്റിയാൽ എനിക്കും വരാം, നിങ്ങളുടെ ഉണ്ടല്ലോ ഈ 22 പേഴ്സ് ആദ്യം ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് വരാം, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ സേ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഈക്വലി ഇഫക്റ്റഡ്. രണ്ടു പേർക്കും ഇഫക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള രീതിക്ക് വേണം പറയാനായിട്ട്, കേട്ടോ? നേരത്തെ കേസിൽ ഹീമോഫീലിയയുടെയും കളർ ബ്ലൈൻഡ്നെസിന്റെ ഒക്കെ കേസിൽ അത് സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ആയിരുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞേ അത് മദറിൽ നിന്ന് സണ്ണിലോട്ടാ പോകുന്നത്, അല്ലെ? ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആയതുകൊണ്ട് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസ് ആർ ഈക്വലി സഫറിങ്. നിങ്ങൾ ബോത്ത് എഴുതിയിട്ട് കാര്യമില്ല, അതിന് ജസ്റ്റിഫിക്കേഷനും കൂടെ കൊടുക്കണം. 1 ലൈൻ ജസ്റ്റിഫിക്കേഷൻ കൊടുത്താൽ മതി, ഓട്ടോസോമൽ ആയിട്ടുള്ള ഡിസീസ് ആണ്. റെസസീവ് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഓട്ടോസോം എന്ന് എഴുതിയാൽ മതി. മൂന്നിന്റെയും ആൻസർ ചെയ്താൻ പറ്റിയിട്ടുണ്ടായോ? യാ ഓക്കെ. അടുത്ത ചോദ്യം, നെയിം ദ റിസ്പെക്റ്റീവ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് when F1 phenotype does not resemble either of the two parents and is between the two. രണ്ടാമത്തത് is like resembles only one of the two parents. എന്താ ചോദിച്ചേക്കുന്നത്? നമ്മളുടെ അടുത്ത് ഏത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണെന്നാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. എവിടെ കാണുന്നത്? F1ന്റെ ഫീനോടൈപ്പിൽ കാണുന്നത്. വി ഹാവ് ഗിവൺ സം ക്ലൂ. 2 പാരന്റ്സ് ഉണ്ടായിരുന്നു. 2 പാരന്റ്സിന്റെയും ഫീനോടൈപ്പ് അല്ലാതെ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് 1ന്റെ ആൻസർ. ആൻഡ് 2 പാരന്റ്സിൽ ഏതെങ്കിലും ഒരാളെ മാത്രം റിസംബിൾ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ആണ് രണ്ടാമത്തത്. ഇറ്റ്സ് വെരി സിമ്പിൾ. നെയിം ആണ്, പക്ഷെ ഇത് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഒരു കേസ് പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിട്ട് അതിന്റെ അടിയിൽ കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, എ, ബി, ദെൻ സി ഓർ ഡി എഴുതുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണത്തില്ലേ? അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രം എടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് ജസ്റ്റ് അങ്ങനത്തെ കേസിൽ വരുമ്പോൾ ഇത് ഒരു ഒറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യനാ. വിൽ നോട്ട് ബി ഗെറ്റിംഗ് 2 marks here, കേട്ടോ? Naming questions are like that. This is very easy, അല്ലേ? വായിച്ചപ്പോ തന്നെ കിട്ടി കാണുമല്ലോ, അല്ലേ? You got it? ചോദിച്ചു നോക്കാം.
യാ മരിയ മരിയ ഫസ്റ്റ് വൺ ഏതായിരിക്കും ഇൻ ബിറ്റ്വീൻ ദ ടു വരുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. രണ്ടാമത്തത് ഡോമിനന്റ് ട്രേറ്റ്. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. എടാ അതില്ലേ അവിടെ പറഞ്ഞേക്കുന്ന ഒരു ക്ലൂ എന്നത് ദാറ്റ്സ് ലൈക്ക് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു പാരന്റ്സ് അല്ലെ, രണ്ടുപേരുടെയും ഫീച്ചേഴ്സ് വരുന്നു എന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. സോ ദാറ്റ്സ് മീൻ ലൈക്ക് ഒരാൾക്ക് കംപ്ലീറ്റ് ഡൊമിനൻസ് ഇല്ല, അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. വി ഹാവ് റിട്ടൺ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. മറ്റെന്താ, മെന്റൽ പറഞ്ഞ പോലെയാണ് റിസംബ്ലിങ് എനി ഓഫ് ദ ടു പാരന്റ്സ്. അപ്പൊ മെന്റൽ പറഞ്ഞത് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡൊമിനൻസ്, അയാളുടെ ലോ തന്നെ ഡൊമിനൻസിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് വിൽ ബി ജസ്റ്റ് ഡൊമിനൻസ് അല്ലെങ്കിൽ ഡൊമിനന്റ് ട്രേറ്റ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എഴുതാം. രണ്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയോ? ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ഇൻ എ ഡൈഹൈബ്രിഡ് ക്രോസ്, വൈറ്റ്-ഐഡ് yellow-bodied female Drosophila crossed with red-eyed brown-bodied male Drosophila produced F2 generation, 1.3% recombinants and 98.7% progeny with parental type combination. This observation of Morgan deviated from Mendelian F2 phenotypic dihybrid ratio. Explain giving reasons Morgan's observation. എന്താ പറയുന്നത്, ഒരു വൈറ്റ് ഐഡ് ആയിട്ടുള്ള വെള്ള കണ്ണും മഞ്ഞ ബോഡിയുള്ളൊരു ഡ്രോസോഫിലയും റെഡ് കണ്ണും ബ്രൗൺ ബോഡിയുള്ളൊരു ഡ്രോസോഫിലയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് F2 കിട്ടിയത് 1.3% ഓൺലി റീകോമ്പിനൻസും 98.7 പ്രോജനിയും പാരന്റൽ ടൈപ്പ് ഉള്ളവരായിരുന്നു. അപ്പൊ ഇത് മെന്റലിന്റെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഡിഫറെന്റ് ആണ് അല്ലെ. അങ്ങനെ വന്നപ്പോ നിങ്ങൾ മോർഗന്റെ ഒബ്സർവേഷനിൽ കണ്ടത് എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇതുപോലെ ഒരെണ്ണം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ദാറ്റ് വാസ് വിത്ത് ദ പിക്ചർ. ഒരു പിക്ചറില്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ട് Y+W+M+ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിക്ചർ വെച്ചിട്ട് ഞാൻ ചെയ്യിച്ചേ. ഐ ഹോപ്പ് യു റിമെമ്പർ. രണ്ട് കാര്യങ്ങളുടെ പേരും വരണം ഇവിടെ. There are two processes related, right? അത് രണ്ടും കേട്ടോ. മോഡൽ സാമ്പിൾ പേപ്പർ സൈറ്റിൽ നിന്ന് ഒരെണ്ണെങ്കിലും എടുത്ത് ചെയ്തോ? എടുത്തില്ലേ ഇതുവരെ? വാവ്, ഐ എം ആസ്കിങ് അബൌട്ട് ബയോളജി കേട്ടോ. I don't know why are you doing this with bio എന്ന് എനിക്കറിയൂല. ചെയ്യുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്ത് നോക്കണേ ടൈം കിട്ടുമ്പോ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോടാ.
ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യോ? ആർക്കും കിട്ടിയില്ലേ? I'll give you few more minutes എന്നിട്ട് ഞാൻ റാൻഡം ആയിട്ട് ചോദിക്കും. ഓൾറെഡി എഴുതിയതാ ഇതുപോലത്തെ ഒരു ചോദ്യം. ദൈവത്തിനറിയാം. ചോദിച്ചു നോക്കാം. ആരാ? വൈഭവ്. What might be the reason behind this, മക്കളെ? ലിങ്കേജ്. പക്ഷെ ഇവിടെ ഏതൊക്കെ ജീൻസ് ആയിരിക്കും ലിങ്ക്ഡ് ആയിട്ട് ഉണ്ടാവുക? They are specifying that. രണ്ട് കാര്യങ്ങളല്ലേ ഇവിടെ? അതെ, രണ്ട് കാര്യം. ഇറ്റ്സ് ഓക്കെ, വെരി ഗുഡ് വൈഭവ്. ലിങ്കേജ് ഇസ് വാട്ട് വി ആർ ഗെറ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ. കാരണം ഇവിടെ രണ്ട് ജീൻസിന്റെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് ഐ കളർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ജീനും, ഒന്ന് അവരുടെ ബോഡിയുടെ കളർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ജീനും, അല്ലെ? അതുകൊണ്ടാണ് വൈറ്റ് ഐഡ് യെല്ലോ ബോഡി, റെഡ് ഐഡ് ബ്രൗൺ ബോഡി എന്ന് പറയുന്നത്. സോ ദേ ആർ സ്പെസിഫൈങ് അബൌട്ട് ടു ഡിഫറെന്റ് ജീൻസ്. വൺ ഈസ് ഐ കളർ, വൺ ഈസ് ബോഡി കളർ. അപ്പൊ ഈ രണ്ട് ജീൻസും ലൈക്ക് ലിങ്ക്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ദേ ആർ ഇൻ എ ഫിസിക്കൽ അസോസിയേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലൈക്ക് പ്രോജനി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ സെപ്പറേറ്റ് ചെയ്യാതെ അതേപടി തന്നെ പ്രോജനിയിലോട്ട് പാസ് ചെയ്തു. ദാറ്റ് ഈസ് വൈ ഹ്യൂമങ്കസ് നമ്പറിൽ നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്? പാരന്റൽ ടൈപ്പ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ തന്നെ കാണാൻ പറ്റുന്നത്. വളരെ വിരലിൽ ഉണ്ടാവുന്ന ചുരുക്കം ലൈക്ക് നെഗോഷ്യബിൾ എമൗണ്ടിൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? റീകോമ്പിനൻസിന് കിട്ടുന്നത്. സോ ദാറ്റ്സ് ബേസിക്കലി ബിക്കോസ് ഓഫ് ഈ ഒരു പ്രോസസ് കോൾഡ് ആസ് ലിങ്കേജ്. ആൻഡ് അവിടെ ക്രോസിംഗ് ഓവറോ റീകോമ്പിനേഷനോ നടക്കുന്നില്ല. ഈവൻ ദോ ഇഫ് റീകോമ്പിനേഷൻ ഇസ് ഹാപ്പനിങ്, ദാറ്റ്സ് ലൈക്ക് ഇൻ എ വെരി നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ. പിടികിട്ടിയോ? യു ഷുഡ് ഡിസ്ക്രൈബ് ഹൗ ദിസ് ലിങ്കേജ് ഈസ് വർക്കിംഗ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഇന്ന രണ്ട് ജീൻസ് ലിങ്ക്ഡ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ അസോസിയേഷൻ ഉള്ളതുകൊണ്ട് അത് പ്രോജനിലേക്ക് പാസ് ചെയ്യുന്നു. So that they will not be having crossing over and they will not be developing recombinants. എഴുതിയായിരുന്നോ ഇതുപോലെ? ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയയിൽ എഴുതിയോ? ഓക്കെ, കുറച്ച് പേര്. ഓക്കെ, ഇഫ് നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഐ മീൻ ആ ഐഡിയ ഇത് കോപ്പി ചെയ്യണമെന്ന് ഞാൻ പറയൂല, പക്ഷെ ഐഡിയ എവറി ടൈം വെൻ യു റൈറ്റ് എൻ ആൻസർ. ഇപ്പൊ ലിങ്കേജ് ഈസ് ഓക്കെ, പക്ഷെ ഇതൊരു സപ്പോസ് ഒരു 3 മാർക്കിന് വന്നാൽ നമ്മൾ ലിങ്കേജ് എന്താണെന്നും കൂടെ എഴുതി വെച്ചാലും ചിലപ്പോൾ 1 മാർക്കും കൂടെ കിട്ടുമായിരിക്കും. പക്ഷെ ഹൗ ലിങ്കേജ് ഈസ് ലൈക്ക് ആപ്ലിക്കബിൾ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് മാൻഡേറ്ററി, യു നോ. അതാണ് വേണ്ടത്. Shall I move? Allah. Okay, so we will move. Okay. In pea plants, the color of the flower is either violet or white, whereas human skin color shows many gradation. Explain giving reasons how this is possible. എന്താ പറയുന്നത്? പീ പ്ലാന്റ്സിൽ വയലറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നു, വൈറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നു. സോ ദ ഫ്ലവർ വിൽ ബി ഐദർ വയലറ്റ് ഓർ വൈറ്റ്. അതിനൊരു റീസൺ പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. ആൻഡ് ഹ്യൂമൻസിന് സ്കിൻ കളറിന് ഇത്ര ജീനുണ്ട്,
പക്ഷെ അതിനകത്ത് ഇത്ര പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ടെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സോ വൈ ആർ ഹ്യൂമൻ സ്കിൻ കളർ ഇസ് ഷോയിങ് ദിസ് മച്ച് ഗ്രഡേഷൻ? അതിന്റെ പിന്നിലുള്ള റീസൺ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ഈസ് ഈസി. യു ക്യാൻ ഐദർ റൈറ്റ് ഇൻ എ കോൺട്രാസ്റ്റിംഗ് വേ കേട്ടോ. കോൺട്രാസ്റ്റിംഗ് വേ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പീ പ്ലാന്റിന്റെ ഒരു കുഞ്ഞു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പീ പ്ലാന്റ്സിൽ ഇങ്ങനെയാണ് ബട്ട് ഇറ്റ് ഇസ് ഡിഫറെന്റ് ബിക്കോസ് ഓഫ് ദിസ് റീസൺസ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഹ്യൂമൻസിൽ ഉണ്ടാകുന്നത്. ആ രീതിക്ക് നിങ്ങൾക്ക് എഴുതാം. അതർവൈസ് യു സിംപ്ലി ഗോ ഡയറക്ട്ലി ടു ദ ഹ്യൂമൻസ് ഐഡിയ. രണ്ട് രീതിക്കും എഴുതാം. കഴിഞ്ഞോ? ഇല്ല. യു റിമെമ്പർ ദ ജീൻസ് ഹ്യൂമൻ സ്കിൻ കളറിന്റെ ഫോർ എക്സാമ്പിൾ ജീൻസ് കൊടുത്തിരുന്നത് ടെക്സ്റ്റ് ബുക്കില്. ദേ ആർ ഗിവിംഗ് ദിസ് മച്ച് എണ്ണം, അതിന്റെ ഇത്ര കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ? യാ, ഒരു പ്രോട്ടീനിന്റെ കാര്യം പറയുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഏരിയയിൽ. അതും കൂടെ ഓർത്തേക്കണം കേട്ടോ. ഓർമ്മ ശരിയാണെങ്കിൽ they are specifying about some kind of ഒരു സാധനം protein related. ചോദിക്കാം. ആരാ? നേഹ. യെസ് നേഹ. മക്കളെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്. നേഹ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി, പീ പ്ലാന്റ്സിന്റെയും ഹ്യൂമൻസിന്റെയും. കണ്ടോ? ലൈക്ക് പീ പ്ലാന്റ്സിന് ഇന്ന പോലെയാണ്, ഹ്യൂമൻസിന് ഇന്ന പോലെയാണ്. ഞാനും അതുപോലെ എഴുതി ആൻസർ വെച്ചേക്കുന്നത്. പീ പ്ലാന്റ്സില് വൈറ്റ് ഓർ വയലറ്റ് ഫ്ലവർ ഉണ്ടാവുന്നത് ബിക്കോസ് ഓഫ് 2 alleles അല്ലെ? അത് ക്രോസ് ചെയ്ത് നമ്മൾ ഈ ലോ ഓഫ് ഡൊമിനൻസിൽ, ലോ ഓഫ് സെഗ്രിഗേഷനിലൊക്കെ പറയുന്ന പോലെ ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ വെച്ചെന്നുണ്ടായിരിക്കുക? എനി ഓഫ് ദ 2 പാരന്റ്സ്, അത് മാത്രമേ എവിടെ സംഭവിക്കുള്ളൂ? പീ പ്ലാന്റ്സിൽ സംഭവിക്കത്തുള്ളൂ. ബിക്കോസ് ദേ ആർ ഫോളോയിങ് മോസ്റ്റ്ലി ഈ 2 ലോസ്, ലോ ഓഫ് ഡൊമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. സെഗ്രിഗേഷൻ സംഭവിക്കുന്നത് അവര് ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത്. ദാറ്റ് ഈസ് വൈ ദേ ആർ ഗെറ്റിംഗ് ബോത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പേരൻസ്. പക്ഷെ ഒരെണ്ണം മാത്രമേ എക്സ്പ്രസ്ഡ് ആവുള്ളൂ, ബേസ്ഡ് അപ്പോൺ ഡോമിനൻസ് ഓർ റെസസീവ്നെസ്. അതാണ് ലോ ഓഫ് ഡോമിനൻസിൽ പറയുന്നത്. അതാണ് പീ പ്ലാന്റിന്റെ കേസിൽ നടക്കുക. പക്ഷെ ഇൻ കേസ് ഓഫ് ഹ്യൂമൻസ് വാട്ട് ഹാപ്പൻസ്? നമ്മളുടെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ ജീനോ അല്ലെങ്കിൽ അതിന്റെ അലീൽസോ അല്ല. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ മൾട്ടിപ്പിൾ ജീൻസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ABC എന്ന് പറഞ്ഞ 3 ജീൻസ് വെച്ച് കാണിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ 3 ജീൻസ് ഏത് രീതിയിൽ വരുന്നു, ഏത് രീതിയിലാണ് നമ്മുടെ ബോഡിയിൽ ലൈക്ക് പ്രസന്റ് ആവുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് കളർ വരുന്നത് അല്ലെ? ഇഫ് ദേ ആർ പ്രസന്റ് ഇൻ എ ഡോമിനന്റ് കണ്ടീഷൻ, ഓൾ ദ ജീൻസ് ആർ ഇൻ എ ഡോമിനന്റ് കണ്ടീഷൻ, അല്ലീൽസ് എല്ലാം ഡോമിനന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡാർക്ക് ടോൺ ഉള്ളവരായിരിക്കും. ഇനി അതല്ല, എല്ലാ അല്ലീൽസും റെസസീവ് ആയിട്ടുള്ള അല്ലീലുകളാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഹാവിംഗ് ലൈറ്റർ ടോൺസ് അല്ലെ? ആൻഡ് ഇനി അല്ല, ഈ 3ന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. ആ ഒരു രീതിക്ക് വരുവാണെങ്കിൽ വിൽ ബി ഹാവിംഗ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ടോൺസ്. നമുക്കൊക്കെ മോസ്റ്റ്ലി ഇന്റർമീഡിയറ്റ് ടോൺസ് ആണ്, ബിക്കോസ് ഇതിന്റെ കോമ്പിനേഷൻസ് രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് വരാം. വി ആർ നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി ഹോമോസൈഗസ്. ഹോമോസൈഗസ് ഡോമിനന്റും അല്ല, ഹോമോസൈഗസ് റെസസീവ് അല്ല, ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു ഇന്റർമീഡിയറ്റ് കളർ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് യു നീഡ് ടു ആൻസർ. എത്ര പേർക്ക് എഴുതാൻ പറ്റി? യാ,
Okay, I'll be giving my answers here, but now by the time we'll be going for ചോദ്യം ചോദിക്കുന്ന session. Okay, പക്ഷേ in between you can copy down if you want. Okay, yeah. ഞാൻ പാട്ടെല്ലാം കേട്ടിങ്ങനെ എന്താ പറയാ, ഐ വാസ് എൻജോയിങ്. അപ്പത്തേക്ക് ബ്രേക്ക് തീർന്നു, എന്റെ മൂഡ് പോയി. അരുൺ, അതിനോട് എടുത്തണവൻ. അതെയോ? ഹരുൺ വീട് എവിടെയാ? ഹരുൺ വീട് എവിടെയാ മക്കളെ? ലൈക്ക് വേർ ആർ യു സ്റ്റഡിങ്? ഓ, അബ്രോഡ് ആണ്, ബട്ട് ഒറിജിനലി ഇവിടെയാണ് പ്ലേസ് അല്ലേ? മെജൻ പറഞ്ഞോണ്ട് ചോദിച്ചതാടാ ഞാൻ. Okay, okay. He was giving details. Yeah. Okay, so we will start with the next chapter, molecular basis. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി ഒന്ന് കുറച്ചെണ്ണം ചെയ്തായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആ, പക്ഷെ ഐ വോണ്ട് യു ടു റിമൈൻഡ് എവറിഥിങ് റിലേറ്റഡ് ടു ദിസ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഐ ജസ്റ്റ് ബ്രോട്ട് എ വെരി ഈസിയർ ക്വസ്റ്റ്യൻ ഫ്രം ദ സൈഡ്. Question is like, how is hnRNA processed from mRNA? Otherwise, you can say that how mRNA is processed to form a, how mRNA is processed from a hnRNA. നമുക്ക് transcription, initiation, elongation, termination കഴിയുമ്പോൾ what we get in eukaryotes is hnRNA, heterogeneous nuclear RNA, and we have to process it and we have to do a few steps so that it will be transformed into mRNA. And like what are the steps, how we do that? Three steps അല്ലേ? Yeah. If you are like supposed to write the process in bacteria or prokaryotes, ഇതൊന്നും അവിടെ കാണൂല. നിങ്ങൾ ജസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ, ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ അത് മാത്രം എഴുതിയാൽ മതി. 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിലത്തെ കേസാണ് ഞാൻ പറയുന്നത്. അതല്ല യൂക്കാരിയോട്സിന്റെ കേസാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഴുതാതെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. Even though if it is for 5 mark, you will be writing initiation, elongation, termination, and after that you will be writing these steps as well. എത്ര സ്റ്റെപ്പ് ഉണ്ട്? hnRNA ഉണ്ടായ ശേഷം പ്രോസസ്സിംഗിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്? നിങ്ങൾ പലരും പലത് കാണിക്കുന്നു. ഞാൻ അതുകൊണ്ട് എന്റെ വിരലെല്ലാം ഉപയോഗിച്ചത്. എത്ര സ്റ്റെപ്പ് ഉണ്ടടാ? ശരി, we have 3 steps here അല്ലേ? Yeah, 3 steps ആ ഉള്ളത്. First one step is what we call as RNA splicing. Then second step is what we call as capping. Third one, tailing. Right? Yeah. Splicing il എന്താ പറ്റുന്നത്?
we will be having a condition like intron exon ഇങ്ങനെയായിരിക്കും ഇരിക്കുക കിട്ടുന്ന HNRനെ. ഇതിനകത്ത് നമ്മൾ ആരെ റിമൂവ് ചെയ്യും? ഇൻട്രോൺസ് വിൽ ബി റിമൂവ്ഡ് അല്ലേ? ഇൻട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു ആൻഡ് എക്സോൺസ് ആർ ആക്ച്വലി ജോയിൻഡ്. എക്സോൺസിനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് വാട്ട് വി കോൾ ആസ് സ്പ്ലൈസിങ്. ദെൻ ക്യാപ്പിംഗ്. ക്യാപ്പിങ്ങിൽ എന്താ സംഭവിക്കുക? ക്യാപ്പിങ്ങിൽ നമ്മൾ MGPPP എന്നൊക്കെയാണ് നിങ്ങളുടെ പിക്ചറിനകത്ത് കൊടുത്തേക്കുന്നത്. ദാറ്റ് മീൻസ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ? അതിനെ നമ്മൾ ക്യാപ്പ് എന്ന് വിളിക്കുന്നു. ലാസ്റ്റ് വൺ ടെയിലിംഗ്. ടെയിലിംഗ് മീൻസ് വി വിൽ ബി ആഡിങ് അഡിനൈലേറ്റ് റെസിഡ്യൂസ്. എത്ര എണ്ണം? ഒരു 200 എണ്ണം അല്ലേ? വി വിൽ ബി ആഡിങ് അപ്രോക്സിമേറ്റ്ലി ലൈക്ക് അബൌട്ട് 200 അഡിനൈലേറ്റ് റെസിഡ്യൂസ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കലുണ്ട്? വി കോൾ ഇറ്റ് ആസ് പോളി അഡിനൈലേഷൻ അല്ലേ? വി കോൾ ഇറ്റ് ആസ് പോളി അഡിനൈലേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. യാ, do you remember? Yeah, this is what it is happening. എത്ര പേർക്ക് അറിയായിരുന്നു? എഴുതി 3ഉം. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പത്തേക്കും നമുക്കൊരു കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ആരെ കിട്ടും? mRNA കിട്ടും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ മേക്കിംഗ് പ്രോട്ടീൻസ്. അതർവൈസ് ദാറ്റ് ഈസ് വാട്ട് വി മേക്ക് യൂസ് ഓഫ് while we are doing translation അല്ലേ? യാ, ഇതാണ് ഞാൻ ഇവിടെ വായിക്കാൻ പറ്റത്തില്ല എൻ്റെ മുകളിലായതുകൊണ്ട്. അടുത്ത ചോദ്യം. Explain the role of 35S and 32P in the experiments conducted by Hershey and Chase. ആരൊക്കെയാന്ന് ഓർമ്മയുണ്ടോ അത്? I hope you remember അല്ലേ? 35S and 32P. രണ്ട് മീഡിയംസ് ആണ് യൂസ് ചെയ്തിരുന്നത്. രണ്ടും എങ്ങനെയുള്ളതായിരുന്നു? What happened with S and what happened with P is what you need to write. And what they were supposed to show and prove. അതും എഴുതാം. $35S and $32P. 3P എന്നൊക്കെ എഴുതിയേക്കും. 32P are actually radioactive അല്ലേ? Which bacteria they used in the procedure? ഓർമ്മയുണ്ടോ? They used 2 items. മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്തത് 2 സാധനങ്ങളായിരുന്നു. ഒന്ന് ഒരു ബാക്ടീരിയോഫേജ് അല്ലേ? അനദർ വൺ വാസ് ഏതോ ഒരു ബാക്ടീരിയ. ഏത് ബാക്ടീരിയ? വെരി ഗുഡ് നേഹ. ഈക്കോളായി ബാക്ടീരിയ. ഈക്കോളായി എന്ന് പറഞ്ഞ ബാക്ടീരിയ അല്ലേ? What they did was like, ഈ ബാക്ടീരിയോഫേജിനെ they put it in 35S സൾഫറിലിട്ടു.
അപ്പൊ അതിന്റെ എന്ത് റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറി? സൾഫർ ഉള്ളത് DNA-ലാണോ പ്രോട്ടീനിലാണോ? In which sulfur is present? Is it in DNA or in protein? DNA or protein? Protein. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്ടീരിയയിലെ പ്രോട്ടീൻ കോട്ട് ഉണ്ടല്ലോ, വി കോൾ ഇറ്റ് ആസ് ക്യാപ്സിഡ് അല്ലേ? ക്യാപ്സിഡ് എന്ന് പറയുന്ന പ്രോട്ടീൻ കോട്ട് വാസ് റേഡിയോ ആക്റ്റീവ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. You have visibility issues here? Like if I'm moving, you have visibility issues here? No. Okay, good. No എന്നല്ലേ പറഞ്ഞേ? വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ദേ മ്യൂട്ട് ചെയ്യൂ. സംതിങ് വിത്ത് ദ സ്റ്റുഡിയോ. ഇനി നമുക്ക് മെജിൻ സാറിന്റെ പേര് പറയാം. മെജിൻ സാറാണ് കേടാക്കിയെന്ന് പറയാം. റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറി. ഓക്കെ, ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് വിച്ച് ഇസ് ഗെറ്റിംഗ് ഇൻഹെറിറ്റഡ് അല്ലെ? പ്രോട്ടീൻ അല്ല ഇൻഹെറിറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ അതിന്റെ റേഡിയോ ആക്ടിവിറ്റി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പാസ് ചെയ്ത് കൊടുത്തതിനകത്ത് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായില്ല അല്ലെ? And then later what we did was like 32P നെ റേഡിയോ ആക്റ്റീവ് ആക്കിയപ്പോഴത്തേക്കും ജനറ്റിക് മെറ്റീരിയൽ എന്തായിട്ട് മാറി? ജനറ്റിക് മെറ്റീരിയൽ റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറി. അങ്ങനെ റേഡിയോ ആക്റ്റീവ് ആയപ്പോ എന്ത് സംഭവിച്ചു? വി ഫൗണ്ട് ദാറ്റ് ഇതിനെ ഈ ജനറ്റിക് മെറ്റീരിയൽ റേഡിയോ ആക്റ്റീവ് ആയതിനെ നമ്മൾ ഈക്കോളൈയിലേക്ക് പാസ് ചെയ്തപ്പോൾ ഈക്കോളൈ വാസ് ഷോയിങ് ദ ലൈക്ക് പ്രസൻസ്. അങ്ങനെ നമുക്ക് മനസ്സിലായി നമ്മളുടെ ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയനെ ഇഫക്റ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്നത് ഇറ്റ് വാസ് DNA അല്ലെങ്കിൽ RNA. ഇറ്റ്സ് നോട്ട് പ്രോട്ടീൻ. കാരണം പ്രോട്ടീൻ റേഡിയോ ആക്ടിവിറ്റി കാണിക്കും ചുമ്മാ ഇരിക്കുമ്പോൾ, പക്ഷെ പാസ് ചെയ്തിട്ടുള്ള ഈക്വലൈയിൽ അത് കാണിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇറ്റ് ഇസ് നോട്ട് പ്രോട്ടീൻ വിച്ച് ഇസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്, ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ഇസ് ഈ പറയുന്ന പോലെ DNA ഓർ RNA ആണ്. ആൻസർ കാണിച്ചു കൊടുക്കട്ടെ. യെസ്, കണ്ടോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ലൈക്ക് ഇത് രണ്ടും ഈ പറയുന്ന പോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. 32S നമ്മൾ ഗ്രോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജനറ്റിക് മെറ്റീരിയൽ നോൺ റേഡിയോ ആക്റ്റീവും പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. കാരണം DNA-ക്കകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റൂല? വി കനോട്ട് ഫൈൻഡ് സൾഫർ ഇൻ DNA അല്ലേ? ആൻഡ് ദെൻ 32P ഗ്രോ ചെയ്തപ്പോഴത്തേക്കും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ DNA-ക്കകത്ത് ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് അത് റേഡിയോ ആക്റ്റീവ് ആയി, പ്രോട്ടീൻസ് റേഡിയോ ആക്റ്റീവ് ആയില്ല. അങ്ങനെ മനസ്സിലായത് എന്ത് കാര്യമാണ്? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലായി അല്ലേ? യാ. How many you were able to recall and write? Okay, good. എഴുതാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കണം. എഴുതാൻ പറ്റാതെ പോയവരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. Shall we move? Yeah. Following are the features of genetic codes. What does each indicate? Stop codon, unambiguous codon, degenerate codon and universal codon. എന്താണ് ഓരോന്നും സ്പെസിഫൈ ചെയ്യുന്നത് നിങ്ങൾ എഴുതണം. ഓരോന്നും എന്താന്ന് ഓർമ്മയുണ്ടോ?
സ്റ്റോപ്പ് കോഡോൺ, ഫസ്റ്റ് വൺ അല്ലേ? വാട്ട് ഡിഡ് സ്റ്റോപ്പ് കോഡോൺ ഡു? എന്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്റ്റോപ്പ് കോഡോൺ ഉണ്ടായിരുന്നത്? To stop the process of transcription or translation. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യാനാണോ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യാനാണോ? വെരി ഗുഡ് അബ്ദുള്ള. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യാനാണോ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യാനാണോ? ട്രാൻസ്ലേഷൻ കേട്ടോ. യാ, ടു സ്റ്റോപ്പ് ട്രാൻസ്ലേഷൻ. എക്സാമ്പിൾ UUA അല്ലേ, UGA, UAG. I hope you remember. Very good. Alana, I think. അല്ലേ, അലോണ. യാ, അടുത്തത് അൺആംബിഗ്വസ്. അൺആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? You remember what was unambiguous? Yeah. One amino acid will be coding for one codon is only present for one amino acid. അല്ലേ? ഒരു കോഡോൺ equal for one amino acid. അല്ലേ? That was unambiguous. Right? ഒരു അമിനോ ആസിഡിന് ലൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോഡോൺ മാത്രമേ ഉണ്ടാവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു കോഡോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അമിനോ ആസിഡ് വരുന്ന ഒരു അവസ്ഥ. ദാറ്റ്സ് വാട്ട് വി കോൾ ആസ്. നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് വേണമെങ്കിലും എഴുതാം, അറിയുന്ന എന്തെങ്കിലും ഒരെണ്ണം രണ്ടെണ്ണം പഠിച്ചു വെക്കുക. യു ക്യാൻ ഗോ ഫോർ AUG ബീങ് ഫോർ മെത്തിയോണിൻ എഴുതാം. ഓക്കെ, then next one was degenerate. What is degenerate? What is degenerate? ഇതിന് നേരെ ഓപ്പോസിറ്റ്. One amino acid was having multiple codons. അല്ലേ? That was degenerate. എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും എഴുതിക്കോളൂ. ഇപ്പൊ ലൈസീൻ എന്ന് പറഞ്ഞിട്ട് ഒരു അമിനോ ആസിഡിന് 3 കോഡോൺസ് ഉണ്ട്, കോഡ് ചെയ്യുന്നത്. 3 അല്ലാതെ കൂടുതലുണ്ട്. ഫോർ എക്സാമ്പിൾ മിനിമം 3 എന്തായാലും അതിനുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ യൂണിവേഴ്സൽ. എന്താ യൂണിവേഴ്സൽ? ആപ്ലിക്കബിൾ ടു ഓൾ ദ ഓർഗാനിസംസ് അല്ലേ? The codon corresponding ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണോ that will be same for all the organisms. And corresponding amino acid will be same for all. ഇതാണ് യൂണിവേഴ്സൽ അല്ലേ? Yeah, I hope you remember about this example that was given in your textbook. ഓർക്കുന്നുണ്ടോ? Yeah, UUU codes for phenylalanine in humans as well as in bacteria. പറയുന്നുണ്ട് അവരതില്? Yeah. Just keeping my hand over here so that കാണാൻ പറ്റാനായിട്ട്. മറ്റേ നമ്മൾ യൂട്യൂബിലൊക്കെ പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്ന പോലെയാണ് ഐ എം ഷോയിങ്. കാണുമല്ലോ അല്ലേ? യു വിൽ ബി ഗെറ്റിംഗ് 2 മാർക്സ്. ഇത്രയും എഴുതിയ കുറഞ്ഞു അല്ലേ? 4 മാർക്കിനൊക്കെ വേണമായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ? ഐ നോ ദാറ്റ്. പക്ഷെ കിട്ടൂല, അത്രയ്ക്കൊന്നുമില്ല, അത്ര ഇല്ലല്ലോ. Yeah, we will go for another question.
യെസ്, അടുത്ത ചോദ്യം നോക്കാം. Following a severe accident, many charred, disfigured bodies are recovered from the site, making identification of the dead very difficult. Name and explain the technique that will help the authorities to establish the identity of the dead to be able to hand over the dead to the relatives. Name and explain ഉണ്ട്. എന്താ പറയുന്നത്, ഒരു വലിയൊരു സിവിയർ ആക്സിഡന്റ് നടന്നിട്ട് ഒത്തിരി അൺഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഡെഡ് ബോഡീസ് കിട്ടി. ആൻഡ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഡെഡ് ബോഡി റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന തരത്തില് നമുക്ക് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇസ് ദർ എനി ടെക്നീക്? യു ഹാവ് ടു നെയിം ദ ടെക്നീക് ആൻഡ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ടെക്നീക് ആസ് വെൽ. ഇത് കെമിസ്ട്രി ക്ലാസ് അല്ല, കാർബൺ ഡേറ്റിംഗ് കൊണ്ടുവരാനായിട്ട്. ഇതാ വെരി ഗുഡ് നേഹ. ഇതാ വാട്ട് ഈസ് HGP? എന്താ ആൻസർ അറിയോ? അബ്ദുള്ള, ഞാൻ പോകുന്നു. This is my resignation. ഞാൻ പോണു. നിങ്ങൾ എന്തോന്നാണ് വിളിച്ചു പോകുന്നത്? Gel electrophoresis not at all concerned with this chapter. Very good, Harshini. Very good, Harshini. ഇപ്പൊ ശരിയാടാ അലീന. വെരി ഗുഡ്. ഇപ്പൊ ശരിയായിട്ടല്ല, കറക്റ്റ് ആൻസർ ആടാ. അലോണ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ HGP ആൻഡ് പറഞ്ഞ ആൻസർ കിട്ടിപ്പോ. വാട്ട് ഈസ് HGP? അതാദ്യം പറയാം. HGP means Human Genome Project. That was a project run by US government to identify how many genes are there in our body. And it was a study conducted for 10 to 13 years, which was able to identify the entire count of ഈ പറഞ്ഞ ജീൻസ് നമ്മുടെ ബോഡിയിലുള്ളത്, ബോത്ത് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ. എന്നിട്ട് നമ്മൾ അതിനെ മാപ്പ് ചെയ്ത് ഒരു ജീനോ മാപ്പിംഗ് പോലെ, ജീൻ മാപ്പിംഗ് മാതിരത്തെ ഒരു സാധനമാക്കി എടുത്തു. ദാറ്റ്സ് ദ തിങ്. HGP അത്രയേ ഉള്ളൂ. നമ്മൾക്ക് നമ്മളുടെ ജീൻസ് എത്രയാണെന്നുള്ള ഡേറ്റ കണ്ടുപിടിക്കുക, അത് എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ദെൻ വി വിൽ ബി റെക്കോർഡിംഗ് ദ ഡേറ്റ ഇൻ എ ഡിജിറ്റലൈസ്ഡ് ഫോം. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇവിടെ പറയുന്ന ഇതൊന്നും അല്ല. വി ആർ ടോക്കിംഗ് ലൈക്ക് ഞാനിപ്പോൾ ഇവിടെ മരിച്ചു എന്ന് വിചാരിക്കും, എൻ്റെ ഡെഡ് ബോഡി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അൺഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സംഭവം വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ പ്രോസസ്? വിച്ച് പ്രോസസ് വിൽ ബി ഹെൽപ്പിംഗ്? Which process will be helping? Very good, Shivani. DNA fingerprinting. I hope you remember DNA fingerprinting. കേട്ടോ, DNA fingerprinting അല്ലെങ്കിൽ DNA profiling എന്ന് പറയുന്ന process is what we are using. DNA profiling എന്നും പറയും അതിനെ. നമ്മൾക്ക് അറിയില്ലാത്ത ഒരു കാര്യം, ഇതാരാ, ഏതാ, എവിടുന്നാ, അതൊന്നും അറിയില്ല. I don't know about this organism. This was lost a few years ago. ഇപ്പൊ നമ്മൾ അതിനെ വീണ്ടും കണ്ടെത്തി. അപ്പൊ അന്നേരം ഇത് ഏത് ജീവിയാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് പോലും ഇങ്ങനത്തെ പ്രോസസ് വെച്ചിട്ടാ. സോ ഇഫ് സംബഡി വാസ് നോട്ട് ദെയർ, അൺഐഡന്റിഫയബിൾ ആയിരുന്നു, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് ദിസ്. അങ്ങനെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കണം DNA ഫിംഗർ പ്രിന്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിങ്ങിനെ. നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് ലൈക്ക് ഫോറൻസിക് കാര്യങ്ങളിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പാരന്റൽ ഡിസ്പ്യൂട്ട് സോർട്ട് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ദിസ് അല്ലേ. അതുപോലെ ഇങ്ങനത്തെ അൺഐഡന്റിഫയബിൾ കേസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി DNA ഫിംഗർ പ്രിന്റിംഗ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. ആൻഡ് ഹിയർ ഓൾസോ നമ്മൾ എന്ത് ചെയ്യും, ഡെഡ് ബോഡീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ. ഐഡന്റിഫൈ ആകുന്നത് ഇസ് ബിക്കോസ് their facial features are ruined. അതുകൊണ്ടാണ് അൺഐഡന്റിഫയബിൾ ആകുന്നത്. Now what we do is we will be collecting any of the DNA samples. അവരുടെ ബോഡി ബാക്കി ഉണ്ടല്ലോ, ആ മിച്ചമുള്ളതിൽ നിന്ന് we will be collecting DNA samples and we will be doing sequences അല്ലെ. നമ്മൾ അതിനെ സീക്വൻസസ് കണ്ടുപിടിക്കും. ഇപ്പൊ സപ്പോസ് ഒരു പ്ലെയിൻ ക്രാഷോ അല്ലെങ്കിൽ ഒരു കാർ ക്രാഷോ എന്തൊക്കെയാ ഉണ്ടായിക്കണെന്ന് വിചാരിക്കുക. സിവിയർ ആക്സിഡന്റ് ആണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രൂഫ് നമുക്ക് കിട്ടില്ലേ, ഇത് ആരുടെ കാർ ആയിരുന്നു അല്ലെങ്കിൽ കാറിനകത്ത് ഏതൊക്കെ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടൂലേ.
അപ്പൊ അത് വെച്ച് വി വിൽ ബി സസ്പെക്ടിങ് ദിസ് ആളുകളായിരിക്കാം എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു, ഇപ്പൊ സപ്പോസ് ട്രെയിൻ ഒക്കെ തട്ടി ആളുകൾ മരിക്കുമ്പോൾ നമ്മളൊരു പബ്ലിക് നോട്ടീസ് ഇടും, ലൈക്ക് അൺഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് വി ഡു ഇസ് ലൈക്ക് ഈ ഒരു റീസെന്റ് ഡേയ്സിൽ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ള കേസസിലൊക്കെ നമ്മൾ ചെയ്തു നോക്കുന്നത് ഈ പ്രോസസ്സാണ്. ഇപ്പൊ എന്നെ മിസ്സിംഗ് ആയിട്ട് നിങ്ങൾ പോയി കേസ് കൊടുത്തെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കൂലെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ കേസ് കൊടുത്തെന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ. അപ്പം സ്വാഭാവികമായിട്ടും എന്റെ ഡെഡ് ബോഡി, ദൈവമേ, എന്റെ ഡെഡ് ബോഡി നിങ്ങൾക്കല്ല പോലീസിന് അവിടെ നിങ്ങൾ കിട്ടി, ബട്ട് ഇറ്റ് വാസ് അൺഐഡന്റിഫയബിൾ എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാത്രം കൺസേൺഡ് ആയിട്ടുള്ളതല്ലോ കേരള പോലീസ്. വാട്ട് ദേ ഡു ഈസ് ലൈക്ക് ഇതുപോലെ മിസ്സിംഗ് എന്ന് പറഞ്ഞ് ഈ റീസെന്റ് ഡേയ്സിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കേസസിൽ നിന്നും അവരുടെ റിലേറ്റീവ്സിന്റെ സാമ്പിൾ എടുക്കും, എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഡെഡ് ബോഡിയുടെ സാമ്പിൾ എടുക്കും. നൗ ദേ മാച്ച് ഇറ്റ് ആൻഡ് ദെൻ ദേ വിൽ ബി ടെല്ലിങ് യു ടു കം ആൻഡ് ഗെറ്റ് ദ ബോഡി. ചിലപ്പോഴൊക്കെ നിങ്ങൾ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ, യു വിൽ ബി ആസ്ക്ഡ് ടു കം ഓവർ ആൻഡ് ഐഡന്റിഫൈ ദ ബോഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറയോ ഇത് എൻ്റെ അല്ലെന്ന് പറയും, പക്ഷെ മേ ബി ഇറ്റ്സ് അവേഴ്സ്, നമ്മളുടെ ആരുടെങ്കിലും ആയിരിക്കാം. അപ്പൊ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് is with this technique called DNA fingerprinting. അവിടെ നമ്മൾ സീക്വൻസിങ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം I'll be also telling the same thing. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ we are having almost 99.9% similarity in DNA. ഒരു കുഞ്ഞു പെർസെൻറ്റേജ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ആ ഡിഫറൻസിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മളും നമ്മളെ പാരന്റും തമ്മിൽ ഭയങ്കര മാച്ച് ആയിരിക്കും, ഒത്തിരി മാച്ച് ഉണ്ടായിരിക്കും. ആ മാച്ച് വെച്ചിട്ടാണ് we are actually identifying. And we have also like നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. then textbook itself is saying that നമ്മളുടെ എൻറ്റയർ ജീനോമിന്റെ മെജോറിറ്റി പോർഷൻ വരുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. എന്റെ ബോഡിയിൽ റിപ്പീറ്റഡ് സീക്വൻസ് ഉള്ള പോലെ എന്റെ പാരന്റ്സിന്റെ ബോഡിക്കകത്തും കാണും. അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് നോട്ട് ഓൺലി ആപ്ലിക്കബിൾ ടു ഓൺലി ഹ്യൂമൻസ്, ഇത് എല്ലാ സ്പീഷീസിനും ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത് കുറെ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ നമ്മൾ എക്സ്റ്റെൻഡ് ആയി പോയി എന്ന് വിചാരിച്ചൊരു ഓർഗാനിസം തിരിച്ചു വന്നു. പുള്ളി തിരിച്ചു വന്നപ്പോൾ ഇത് ഈ ജീവിയാണെന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇറ്റ്സ് ബേസ്ഡ് അപ്പോൺ DNA ഫിംഗർപ്രിന്റിങ്. കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന ജീവിയുടെ എന്തെങ്കിലും ഒരു ലൈക്ക് DNA റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇപ്പൊ വന്നിട്ടുള്ള ജീവിയുടെ DNA റിസോഴ്സ് തമ്മിൽ വി ആർ മാച്ചിങ് ആൻഡ് ദെൻ വി ആർ ഫൈൻഡിങ് ഔട്ട്. പിടി കിട്ടിയോ? You should remember, what made me talk this much is because നിങ്ങൾ HGPയും DNA ഫിംഗർപ്രിന്റിങ്ങും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. HGP നമ്മൾ ഇതിനൊന്നും യൂസ് ചെയ്യില്ല. HGP വാസ് എ പ്രൊജക്ട്, അത് നടന്നു കഴിഞ്ഞു. ദാറ്റ് വാസ് ജസ്റ്റ് ടു ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് ജീൻസ്, ദാറ്റ്സ് ഇറ്റ്. എത്ര നമ്പർ ഉണ്ടെന്ന് മാത്രം അത് ഐഡന്റിഫൈ ചെയ്തത്. പിടി കിട്ടിയോ? യു ഷുഡ് നോട്ട് മേക്ക് ദിസ് ടുഗദർ. ഓക്കെ, ഇന്ന് കുറച്ച് ചെയ്തുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നാളെ നമ്മൾ വി വിൽ ബി ഡൂയിങ് മറ്റേ ഓർഗാനിസംസ്, ആ എൻ്റയർ 3 ചാപ്റ്റേഴ്സ്, ഓർഗാനിസംസ്, ഇക്കോസിസ്റ്റം, പിന്നെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. കേട്ടോ, ടുമോറോ വിൽ ബി യുവർ ലാസ്റ്റ് ക്ലാസ്, ജോയിൻ ചെയ്തേക്കണം. ആൻഡ് നൗ വി വിൽ ബി ഗോയിങ് ഫോർ എക്സാം. കുഞ്ഞ് എക്സാമാ, പക്ഷെ ഐ മേഡ് ഇറ്റ് ലിറ്റിൽ ബിറ്റ് മോർ ടഫർ ദാൻ യൂഷ്വൽ. ട്രൈ ചെയ്യും നിങ്ങൾ എഴുതാനായിട്ടേ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് മൈക്രോബ്സ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പഠിച്ചിട്ട് വരിക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എക്സാം എഴുതുക, പാരൻസ് കൂടെ വേണം, അതർവൈസ് you people will not be allowed to write exam. Parents ne oppam vilchirthuka and make sure that your parent is visible on your screen. If you are not able to get your parents with you, ningal endu cheya shadow teachers ne prior aayittu inform cheyidekka. Okay, that's it. Bye.